വിദേശ രാജ്യങ്ങളിൽ മാത്രം ആഘോഷിച്ചിരുന്ന ഹാലോവിൻ ഡേ ഇന്ന് നമ്മുടെ നാട്ടിലും ഒരു ആഘോഷമായി മാറുകയാണ്. എറണാകുളം കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലെ ഒരു കൂട്ടം കുട്ടി ഹാലോവിനുകൾക്കിടയിൽ നിന്നും സഹിന ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ഒരു കൂട്ടം പ്രേതങ്ങൾക്കിടയിലാണ്. ഇത് കലൂരിലെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളാണ്. ഇവിടെ ഇന്ന് കുട്ടികൾ ഹാലോവിൻ ഡേ ആഘോഷിക്കുകയാണ്. എന്തായാലും ഹാലോവിൻ ഡേ ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പളുണ്ട്, പ്രിൻസിപ്പളിനൊക്കെ തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ടീച്ചറെ, സാധാരണ ഈ പ്രേതങ്ങളൊക്കെ കണ്ട പിള്ളേർ ഭയന്ന് ഓടിയാണ് ചെയ്യണത്. ഇവിടെ പ്രേതങ്ങളുടെ ഒരു കൂട്ടമാണ്. ഭയത്തെ ഭയം കൊണ്ട് ഓടിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ ഹാലോവിൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിള്ളേരുടെ താല്പര്യമാണ്, അവർക്കാണ് ഇന്നത്തെ ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഹാലോവിൻ ആയിട്ട് വന്നോളാൻ പറഞ്ഞു. ഐ ഗോട്ട് ഫുൾ സപ്പോർട്ട് ഫ്രം എവറിബഡി. ഏയ്, എങ്ങനെയുണ്ട്? പ്രേടിപ്പിക്കുവോ പ്രേതങ്ങള്? പേടിപ്പിക്കോ? സാധാരണ കുട്ടികൾക്ക് ഈ പ്രേതങ്ങളെ കാണുമ്പോ പേടിയാണല്ലോ. നിങ്ങക്ക് പേടിയൊന്നുമില്ലേ? ഒന്ന് പേടിപ്പിച്ചേ. മതി 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 മതി. മോളെ എത്രയിലാ പഠിക്കുന്നേ? സിക്സ്ത്തില്. മോളോ? സിക്സ്ത്തില്. ഒരു കുഞ്ഞിപ്രേതം ഉണ്ടല്ലോ ഇവിടെ. ഇത് എത്രയിലാ പഠിക്കുന്നേ? മോൻ എത്രയിലാണാ? എത്രയിലാ പഠിക്കുന്നേ? 1ാം ക്ലാസ്സിലാ. മോനാ? 2ാം ക്ലാസ്സില്. ഈ സാധാരണ നമ്മൾ ഈ പ്രേതങ്ങളെ കാണുമ്പോ പേടിക്കുമെന്നൊക്കെ അല്ലേ പറയണേ? ഇങ്ങനത്തെ പേടിയൊന്നും ഇല്ല നമ്മൾക്ക്. ഈ കൂട്ടത്തില് എന്റെ ചേച്ചിയുടെ മോള് കൂടിയുണ്ട്, പാറുവിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ട്. ഹലോ, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഇപ്പൊ ഇനി ടീച്ചറെ, ഇത് എങ്ങനെയാണ് ഇനി ഇതിന്റെ അകത്ത് എങ്ങനെയാ ടീച്ചറെ? നമ്മളൊരു ഹോണ്ടഡ് ഹൗസ് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് ലൈവ് പ്രേതങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് വി വിൽ സീ ദാറ്റ്. ഇതെന്താ ഇത് എത്ര മണിക്കൊക്കെ ഒരുങ്ങി നിൽക്കണ? കുറെ നേരം ഒരുങ്ങി നിൽക്കുന്നേ. ടീച്ചർ, നമുക്ക് ഈ ലൈവ് പ്രേതങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഏതായാലും ലൈവ് പ്രേതങ്ങളെ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ്. ഇതാ ഇവിടെ കുറെ പ്രേതങ്ങളുണ്ട്. സംഗതി ഇരുട്ടാണ്, പക്ഷെ പ്രേതത്തെ കത്തിയൊക്കെ ആയിട്ടാ നിക്കണേ. കൊല്ലണോ? വേണ്ട വേണ്ട വേണ്ട. അയ്യോ, ഇതെന്ത്? കുറെ സമയം എടുത്തോ ഇങ്ങനെ പിള്ളേരൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കാൻ? പേരൻസ് വെരി കോപ്പറേറ്റീവ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ ആൻഡ് ദേ ഹാവ് ഡ്രെസ്ഡ് ദെയർ ലെവൽ ബെസ്റ്റ്. ഈ പ്രേതങ്ങളെ മുഴുവൻ പേടിപ്പിച്ചു. ഇത് എന്താണ്? ഇത് മുഖമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 7th സ്റ്റാൻഡേർഡിൽ. ഇതെന്ത് ഇത് തൂക്കിയിട്ടേക്കണേ? ഒരു പ്രേതത്തിനെ കൊന്നു കെട്ടി തൂക്കിയേക്കണോ? ഈ ചുറ്റിക്കൊണ്ടാണോ പഠിക്കുന്നേ? അതെ അതെ. സാധനം വെപ്പടൊക്കെ ഉണ്ട് കയ്യിൽ. സൂചിപ്പിച്ചതുപോലെ യക്ഷിക്കഥകളും കഥകളൊക്കെ പറഞ്ഞ് ഭയന്നിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ അതൊന്നുമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയം കൊണ്ടാണ് അവർ നേരിടുന്നത്. അങ്ങനെ ഒരു ഭയം പാടില്ല, ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് ഇത്തരം ആഘോഷങ്ങളുടെ ഒരു വിജയം എന്ന് പറയാം.